സംസ്ഥാനത്ത് തദ്ദേശക്കാറ്റ് യു.ഡി.എഫിന് അനുകൂലമായപ്പോൾ ഒന്നാമതെത്തിയത് കോൺഗ്രസ് ആണ്. കഴിഞ്ഞ തവണത്തേക്കാൾ സീറ്റുകൾ നേടി ചരിത്ര വിജയം കുറിക്കുമെന്ന് വീരവാദമടിച്ച CPM ആകട്ടെ രണ്ടാം സ്ഥാനത്തേക്ക് വീഴുന്ന കാഴ്ചയാണ് കേരള ജനത കണ്ടത്. മൂന്നാം സ്ഥാനത്തേക്ക് മുസ്ലിം ലീഗ് എത്തിയത് എടുത്തു പറയേണ്ട ഒന്നാണ്. തെരഞ്ഞെടുപ്പിൽ ടീം UDF തരംഗത്തിൽ CPMന് നഷ്ടമായത് 736 സീറ്റുകളാണ്. അതേസമയം തിരഞ്ഞെടുപ്പിലെ UDF തരംഗത്തിനിടയിലും കൂടുതൽ തിളക്കത്തോടെ തലയുയർത്തി നിൽക്കുകയാണ് മുസ്ലിം ലീഗ്. ചരിത്ര നേട്ടത്തിലേക്കാണ് ഇത്തവണ ലീഗ് ചുവടുവെച്ച് കയറിയത്. ആകെ 2844 വാർഡുകളിൽ പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച ലീഗിന്റെ സ്ഥാനാർത്ഥികൾ വിജയിച്ചിട്ടുണ്ട്. പാർട്ടി സ്വതന്ത്രരെ കൂടി കണക്കിലെടുത്താൽ സീറ്റെണ്ണം ഇനിയും കൂടും. കഴിഞ്ഞ തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്താകെ 2133 സീറ്റിലായിരുന്നു ലീഗ് വിജയിച്ചത്. ഇവിടെ നിന്നുമാണ് സീറ്റെണ്ണം ലീഗ് കൂട്ടിയെടുത്തത്. മത്സരിച്ച ബഹുഭൂരിപക്ഷം സീറ്റുകളിലും വിജയമുറപ്പിക്കാനായത് തന്നെയാണ് ലീഗിനെ മറ്റു പാർട്ടികളിൽ നിന്നും ഇത്തവണ വ്യത്യസ്തമാക്കുന്നത്. ഇതാദ്യമായി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 14 ജില്ലകളിലും മെമ്പർമാരുണ്ട് എന്നതാണ് ഇത്തവണ മുസ്ലിം ലീഗിന്റെ പ്രധാന നേട്ടം. ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടിയ മൂന്നാമത്തെ പാർട്ടി മുസ്ലിം ലീഗാണ്. കുറഞ്ഞ സീറ്റുകളാണ് മത്സരിക്കാൻ ലഭിച്ചതെങ്കിലും മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും മികച്ച പ്രകടനമാണ് ലീഗ് ഇത്തവണ കാഴ്ചവെച്ചത്. കഴിഞ്ഞ തവണത്തേക്കാൾ 713 സീറ്റുകൾ അധികം സ്വന്തമാക്കി 2844 സീറ്റുകളാണ് ലീഗിന്റെ ആകെ സമ്പാദ്യം. ഗ്രാമപഞ്ചായത്തുകൾ 1980, ബ്ലോക്കിൽ 269, ജില്ലാ പഞ്ചായത്തിൽ 51, മുനിസിപ്പാലിറ്റികളിൽ 510, കോർപ്പറേഷനുകളിൽ 34 എന്നിങ്ങനെയാണ് ലീഗിന്റെ നേട്ടം. പലയിടങ്ങളിലും പ്രതിപക്ഷം പോലും ഇല്ലാതെയാണ് മുസ്ലിം ലീഗ് നേതൃത്വം നൽകുന്ന തദ്ദേശ സ്ഥാപനങ്ങളിലെ മുന്നേറ്റം എന്നത് അത്ര ചെറിയ കാര്യമല്ല. സ്വാധീന മേഖലകളിലെല്ലാം ലീഗിന് നേടാനായത് സമഗ്ര ആധിപത്യമാണ്. ലീഗ് നയിക്കുന്ന മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ UDFന് ഇപ്രാവശ്യം പ്രതിപക്ഷമേ ഇല്ല. മത്സരിച്ച 33 ഡിവിഷനിലും വിജയിച്ചത് UDF സ്ഥാനാർത്ഥികൾ. ജില്ലയിലെ 94 ഗ്രാമപഞ്ചായത്തുകളിൽ 90ഇടത്തും ഭരണം പിടിച്ചു. മലപ്പുറത്തെ നഗരസഭകളിൽ 12ൽ 11ഉം UDF സ്വന്തമാക്കിയതും ലീഗിന്റെ ബലത്തിലാണ്. 15 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 14ഇടത്തും ഇടതുപക്ഷത്തെ തകർത്ത് തരിപ്പണമാക്കിയാണ് ആദ്യമുത്തി ഉറപ്പിക്കാനായത്. മറ്റൊരു കാര്യം, മുസ്ലിം ലീഗ് മലബാർ പാർട്ടിയാണെന്ന ആരോപണം തിരുത്തി കുറിക്കുന്നതായിരുന്നു ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ്. തെക്കൻ കേരളത്തിൽ പാർട്ടി മികച്ച വിജയം നേടിയത് തന്നെയാണ് കാരണം. തിരുവനന്തപുരം, കൊല്ലം, കൊച്ചി കോർപ്പറേഷനുകളിൽ കൂടുതൽ സ്ഥാനാർത്ഥികളെ ഇത്തവണ ലീഗിന് വിജയിപ്പിക്കാനായിട്ടുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ 2 സീറ്റിൽ വിജയിച്ച ലീഗ് ജില്ലാ പഞ്ചായത്തിൽ 1 സീറ്റും സ്വന്തമാക്കി. കോഴിക്കോട് കോർപ്പറേഷനിൽ 14 സീറ്റിലും കണ്ണൂർ കോർപ്പറേഷനിൽ 15 സീറ്റിലും കൊച്ചി കോർപ്പറേഷനിൽ 3 സീറ്റിലും കൊല്ലം കോർപ്പറേഷനിൽ 2 സീറ്റിലും വിജയിച്ചു. ലീഗിന് കായംകുളം നഗരസഭയിൽ അധ്യക്ഷ പദവിക്ക് സാധ്യതയുണ്ട്. വയനാട് ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിച്ച 6 സീറ്റിലും വിജയിച്ചു. കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിൽ 4 സീറ്റിലും ജയിച്ചു. എറണാകുളം ജില്ലാ പഞ്ചായത്തിലും തൃശൂർ ജില്ലാ പഞ്ചായത്തിലും 2 സീറ്റിൽ വീതം ജയിച്ചു. ഇത്തരത്തിൽ തെക്കൻ ജില്ലകളിലെയും മധ്യ കേരളത്തിലെയും നഗരസഭകളിലും ലീഗ് പുറത്തെടുത്തത് മിന്നും പ്രകടനമാണ്. മലബാർ ജില്ലകളിലെല്ലാം കോൺഗ്രസിനൊപ്പം അല്ലെങ്കിൽ കോൺഗ്രസിന് മുൻപേ മത്സരിച്ച സീറ്റുകളിൽ കൂടുതൽ വിജയം ഉറപ്പാക്കി സ്ട്രൈക്ക് റേറ്റിൽ മുന്നിലോടുകയാണ് മുസ്ലിം ലീഗ്. കണ്ണൂർ കോർപ്പറേഷനിൽ 16 വാർഡുകൾ ജയിച്ചു കയറിയത് ലീഗ് സ്ഥാനാർത്ഥികളാണ്. കോഴിക്കോട് കോർപ്പറേഷനിലും കണ്ണൂർ, കാസർഗോഡ്, വയനാട്, പാലക്കാട് ജില്ലകളിലും ലീഗ് പുറത്തെടുത്ത മിന്നും പ്രകടനം തുണച്ചത് UDFന് ഒന്നാകിയാണ്. ഇത്തവണ തെക്കൻ ജില്ലയിലും വടക്കൻ ജില്ലകളിലും നേട്ടം കൈവരിക്കാൻ ലീഗ് രംഗത്തിറക്കിയത് ശക്തരായ സ്ഥാനാർത്ഥികളെയാണെന്നത് പറയാതിരിക്കാൻ കഴിയില്ല. പ്രധാനമായും യുവ നേതാക്കളെയാണ് ലീഗ് കളത്തിലിറക്കിയത്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെച്ചത് ലീഗിന്റെ വിദ്യാർത്ഥിനീസ് വിഭാഗമായ ഹരിതയുടെ മുൻ സംസ്ഥാന നേതാക്കളാണ്. ഹരിത മുൻ സംസ്ഥാന പ്രസിഡന്റുമാരായിരുന്ന അഡ്വക്കേറ്റ് ഫാത്തിമ തഹ്ലിയ, മുഫീദ തെസ്നി എന്നിവരും മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായിരുന്ന അഡ്വക്കേറ്റ് നജ്മ തബ്ഷീറയും വൻ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. തഹ്ലിയ കോർപ്പറേഷനിലേക്കും മുഫീദ ജില്ലാ പഞ്ചായത്തിലേക്കും നജ്മ ബ്ലോക്ക് പഞ്ചായത്തിലേക്കുമാണ് ജനവിധി തേടിയിരുന്നത്. കോഴിക്കോട് കോർപ്പറേഷനിൽ UDFന്റെ ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിയായി കുറ്റിച്ചിറ ഡിവിഷനിൽ നിന്നാണ് തഹ്ലിയയെ ലീഗ് രംഗത്തിറക്കിയത്. ഫാത്തിമ തഹ്ലിയ തന്റെ കന്നി മത്സരത്തിൽ 2273 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് LDF സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിയത്. എന്തായാലും ലീഗിന്റെ തീരുമാനം തെറ്റിയില്ല. ഇവർ മാത്രമല്ല, മുസ്ലിം യൂത്ത് ലീഗിന്റെ നിരവധി നേതാക്കളെയും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് രംഗത്തിറക്കിയിരുന്നു. ഇവരിൽ ഭൂരിഭാഗം പേരും മികച്ച വിജയം നേടിയെന്നതാണ് മറ്റൊരു കാര്യം. മലപ്പുറം മുസ്ലിം ലീഗ് നേടിയ ഉജ്ജ്വല വിജയവും മലബാർ മേഖലയിലെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ UDF നേടിയ മുന്നേറ്റവും ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് CPMലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടതിന് തെളിവായാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. CPM നേതാക്കൾ തുടർച്ചയായി നടത്തിയ വർഗീയ നിറം കലർന്ന പ്രസ്താവനകൾ, SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ മുസ്ലിം വിരുദ്ധ പ്രസ്താവനകളോടുള്ള
മൃദു സമീപനം എന്നിവ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ CPM-ന്റെ പ്രകടനത്തെ ബാധിച്ചെന്നാണ് വിലയിരുത്തൽ. CPM മുന്നോട്ട് വെച്ച ധ്രുവീകരണ രാഷ്ട്രീയം ജനങ്ങൾ തള്ളിയതിന് തെളിവാണ് തെരഞ്ഞെടുപ്പ് ഫലമെന്നാണ് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി ചൂണ്ടിക്കാട്ടുന്നത്. കഴിഞ്ഞ 10 വർഷമായി പിണറായി സർക്കാരിന് കീഴിൽ പൊതുജനങ്ങൾ ദുരിതം അനുഭവിക്കുകയായിരുന്നു. ഭരണവിരുദ്ധ വികാരം തെരഞ്ഞെടുപ്പിലെ പ്രധാന ഘടകമായി. ഈ അതൃപ്തിക്ക് പുറമെ ശബരിമല വിഷയം സമൂഹത്തിലെ വലിയൊരു വിഭാഗത്തെ ഇടതുപക്ഷത്തു നിന്നും കൂടുതൽ അകറ്റിയെന്നും കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു. പ്രവർത്തനം കൂടുതൽ ഊർജ്ജസ്വലതയോടെ തുടർന്നാൽ കേരളത്തിൽ എവിടെയും വിജയം കൈവരിക്കാൻ സാധിക്കുന്ന ഉറപ്പാണ് ഈ തെരഞ്ഞെടുപ്പ് ലീഗിന് നൽകിയിരിക്കുന്ന പാഠം. തദ്ദേശ തെരഞ്ഞെടുപ്പ് നൽകുന്ന ഊർജ്ജം തെക്കൻ ജില്ലയിൽ ഒന്നിലധികം നിയമസഭാ സീറ്റുകൾ നേടാൻ സാധിക്കുമെന്ന പ്രതീക്ഷയാണ് മുസ്ലിം ലീഗിന് നൽകുന്നത്. ഇനി അങ്ങനെ സംഭവിച്ചാലും അത്ഭുതപ്പെടാനില്ല. നിലവിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചിരിക്കുകയാണ് മുസ്ലിം ലീഗും ടീം UDF-ഉം. നിലവിലെ പ്രവർത്തനങ്ങൾ ഇപ്പോഴുള്ളതുപോലെ തുടരാനായാൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അധികാരത്തിലെത്താൻ കഴിയും. അതിനായി മുസ്ലിം ലീഗും ടീം UDF-ഉം തദ്ദേശ തെരഞ്ഞെടുപ്പിലേതുപോലെ ശക്തമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുമെന്നത് ഉറപ്പാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെല്ലൈക്കൻ ഇനേബിൾ ചെയ്യാനും മറക്കരുത്.